സഹായം. അതിന് 1 കിലോ ഉപ്പായാലോ 1 കിലോ പഞ്ചസാര ആയാൽ പോലും നമുക്ക് ആവശ്യം. എൻ്റെ കയ്യിൽ വലുത് കൊടുക്കാനില്ലല്ലോ എന്നുള്ളതല്ല, ഏറ്റവും ഏറ്റവും ചെറുതാണ് ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും മേൽത്തരമായിട്ടുള്ളത്. അതുകൊണ്ട് 10 രൂപയാണെങ്കിലും അത് നമുക്ക് 10,000 രൂപയുടെ മൂല്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, തുടങ്ങിയ സമയത്ത് ഇതിന്റെ ആ ഒരു ഭാരമോ ഇതിന്റെ ബുദ്ധിമുട്ടോ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 പേരെ ചേർത്ത് നിർത്തണം എന്നുള്ള ആഗ്രഹത്തോടെ തുടങ്ങിയതാണ്. പക്ഷേ ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ യാതൊരു നിർവാഹവുമില്ല എന്നുള്ള അവസ്ഥയിലായതുകൊണ്ടാണ് വളരെ ആത്മഭാരത്തോടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇവരെ സഹായിക്കണം എന്നുള്ള ഈ ആവശ്യം ഒരു അഭ്യർത്ഥനയായി, അപേക്ഷയായി. ഈ വൈദികനെ ആശ്രയിച്ച് ജീവിക്കുന്ന 40ഓളം വരുന്ന ഈ മനുഷ്യരെയും കണ്ടു. ഇനി ഇവർ തെരുവിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. കൊല്ലം ജില്ലയിലെ തേവലക്കരയിൽ പ്രവർത്തിക്കുന്ന കാർമേൽ സ്നേഹനിലയം എന്ന സ്ഥാപനത്തിലെ നടത്തിപ്പുകാരനായ ഫാദർ മനോജ് കോഷിയും അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ 40ഓളം വരുന്ന അന്തേവാസികളുമാണ് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലുള്ളത്. നിലവിൽ ഈ ഒരു പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. സ്വന്തമായി ഇവിടുത്തെ അന്തേവാസികൾക്കായി ഒരു കൂടൊരുക്കുവാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് ഈ ഒരു വൈദികൻ. ഇവിടെ താമസിക്കുന്നവരാരും തന്നെ ആരോരുമില്ലാത്തവരായിരുന്നില്ല, മറിച്ച് എല്ലാവരും ഉണ്ടായിട്ടും എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരും തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നവരുമൊക്കെയാണ്. വരുന്ന 8 മാസങ്ങൾക്കുള്ളിൽ ഈ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് ഈ കെട്ടിട ഉടമ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ചെറുതും വലുതുമായ സഹായങ്ങളും ഇവിടേക്ക് ചെയ്തു നൽകണം. വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് ഈ ഒരു സ്ഥാപനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ നിങ്ങളാൽ കഴിയുന്ന മറ്റ് സഹായങ്ങളും ഇവിടേക്ക് നൽകണം. ഭക്ഷണമായും 1 കവർ ഉപ്പായോ അല്ലെങ്കിൽ പച്ചക്കറി കിറ്റായോ അങ്ങനെ എന്തും ഇവിടേക്ക് നിങ്ങൾക്ക് നൽകാം. പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഇടയ്ക്കൊക്കെ ഈ സ്ഥാപനങ്ങളിൽ ഒന്ന് വന്ന് സന്ദർശിക്കുകയും വേണം. നിങ്ങളുടെ കുട്ടികളെയും ഒപ്പം കൂട്ടണം. അവർക്ക് പറഞ്ഞു നൽകണം, നിങ്ങളെപ്പോലെ ബാല്യവും കൗമാരവും യൗവനവും കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തിയപ്പോൾ ഭക്ഷണങ്ങളിൽ കിടക്കുന്ന കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ ഒരിക്കലും അച്ഛനമ്മമാരെ ഉപേക്ഷിക്കരുത് എന്നുകൂടി പ്രത്യേകം പറയണം. മനോജം കോശി കൊല്ലം ജില്ലയിലെ തേവലക്കര എന്ന് പറയുന്ന സ്ഥലത്തെ സ്വദേശിയാണ്. ഈ സ്വദേശമാണ്. എൻ്റെ നാട്ടിൽ തന്നെ അനാഥർ എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. ആരുമില്ലാത്ത കുറച്ച് വ്യക്തിത്വങ്ങളെ ചേർത്ത് നിർത്താൻ മറ്റെല്ലാ ശുശ്രൂഷകളും തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് അശരണോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏറെ കുറവുകളുണ്ട്. അവരോടൊപ്പം നിന്ന് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു. എന്താണ് ശരിക്കും ഇവിടുത്തെ പ്രശ്നം? എന്താണ്? നമ്മൾ കർമ്മേൽ സ്നേഹനിലയം 4 വർഷമായി ആരംഭിച്ചിട്ട് ഒരു 5 പേരെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ചെറിയ ആശയത്തിൽ തുടങ്ങിയ ഒരു ആഗ്രഹമാണ് ഇന്ന് ഏകദേശം 49ഓളം കിടപ്പുരോഗികൾ ഉൾപ്പെടെ 49ഓളം ആരുമില്ലാത്ത പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടം വാടകയ്ക്കാണ്. ഇവിടെ നിന്നും അടുത്ത വർഷം ഫെബ്രുവരി 2025 ഫെബ്രുവരി 15 മുമ്പ് ഈ കെട്ടിടത്തിൽ നിന്നും ഈ പ്രിയപ്പെട്ടവരുമായി മറ്റെവിടേക്കെങ്കിലും പോകണം. ഇങ്ങനെ ഒരു ആവശ്യത്തിനായി ആരും സ്വന്തം ഭവനങ്ങൾ നൽകാറില്ല. അതുകൊണ്ട് തന്നെ 3 മാസമായി ഞങ്ങൾ നിരന്തര പരിശ്രമം നടത്തിയിണക്കുകയും ഇവരെ താമസിപ്പിക്കുന്നതിനായിട്ട് മറ്റൊരു ക്രമീകരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. അതാണ് ഇപ്പോൾ നമ്മുടെ ആഹാരവും വസ്ത്രവും പാർപ്പിടവും നമുക്ക് പ്രധാന ഘടകങ്ങളായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ആഹാരവും വസ്ത്രവും അനേകം സുമനസ്സുകളുടെ സംഘടനകളുടെ രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ പ്രധാന പ്രശ്നം അത് ഇവരുടെ മാത്രമല്ല, ഇവര് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ മരണം വരെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഇവരെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഒക്കെ പോകും. എന്നാലും സ്വന്തമായി ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ഇതേപോലെ പെരുകി വരുന്ന തലമുറയ്ക്ക് അതൊരു ആശ്രയമാകും എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ പ്രതീക്ഷ. അതിനേക്കാൾ ഇവർക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം ഇവരുടെ പേരിൽ ഉണ്ടാകുക, വസ്തുവും
കെട്ടിടവും ഉണ്ടാവുക എന്നുള്ളതാണ്. വാടകയ്ക്ക് നമ്മൾ വീണ്ടും പോയിട്ടൊരു കാര്യമില്ലല്ലോ. എന്തായാലും ഈ ചുരുങ്ങിയ 8 മാസം കൊണ്ട് ഒരു സ്ഥലം വാങ്ങി അതിലൊരു ബിൽഡിങ് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്രാപ്യമായ കാര്യമാണ്. ഇപ്പൊ താൽക്കാലികമായി എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ സ്വന്തമായ നിലയിൽ നിർത്താൻ സുമനസ്സുകളുടെ സഹായമാണ് നമുക്ക് ആവശ്യം. അച്ഛൻ ഇതിനു വേണ്ടി കുറെ നാളുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും, ഒന്നും ശരിയാവുന്നു. ഒരുപാട് നാളുകൾ കൊണ്ട് അനേകം പേര് ഇവിടെ വന്നു പോയിട്ടുണ്ട്. എന്നാൽ ആ വന്നു പോയവരെല്ലാം വ്യക്തിപരമായി അവരെ കൊണ്ട് പറ്റുന്ന സഹായിക്കുന്നവരാണല്ലോ വീണ്ടും വീണ്ടും പലരെയും സഹായിക്കുന്നത്. സഹായിക്കുന്നവർക്ക് പരിമിതികളുമുണ്ട്. അതിനിടയിൽ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിരിവുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടേതല്ല നടക്കുന്നതും ഇതേപോലെയുള്ള പാവപ്പെട്ടവരെ സഹായിക്കാൻ മറ്റുള്ളവരെയും പിന്തിരിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. കർമ്മേൽ സ്നേഹനിലയത്തെ കുറിച്ച് ഈ തേവലക്കരയിലോ മൈനാഗപ്പള്ളിയിലോ ചോദിച്ചാൽ ഇതിന്റെ വ്യക്തമായ ഒരു പിക്ചർ നിങ്ങൾക്ക് ലഭിക്കും. എന്താണ് ഒരു മാർഗവുമില്ല. അതാണ് ഇപ്പോൾ ഏറെ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയം. ഒരു നിർവാഹവുമില്ല. തെരുവിൽ കിടന്നവരെ വീണ്ടും തെരുവിലേക്ക് ഇറക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു വേദനയുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അവരോട് നമ്മളിത് പറഞ്ഞ് അവരെ വിഷമിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യാറുണ്ട്. ഇവിടുത്തെ ഒട്ടുമിക്ക കാര്യങ്ങളും അത് സാമ്പത്തികമായാലും ഇവിടുത്തെ ബുദ്ധിമുട്ടായാലും, അതായത് ഇത് നമുക്ക് മറ്റൊരു പ്രസ്ഥാനമല്ല, ഇതെൻ്റെ വീടാണ്. നമ്മുടെ വീട്ടിലെ അവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞു വളർന്നാലേ അവർക്ക് ലക്ഷ്യമായ ഒരു ലക്ഷ്യത്തിലെത്താനും സമൂഹത്തോടും കുടുംബത്തോടും മാതാപിതാക്കളോടും അവരെ കരുതുവാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏകദേശം കാര്യങ്ങൾ ഈ പ്രിയപ്പെട്ടവർ സുബോധമുള്ളവർക്ക് അറിയുവാനായിട്ട് അറിയും. ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം, സുബോധമുള്ളവർ വളരെ കുറവാണ്. വന്നിട്ടുള്ള നമ്മുടെ ഭാഗത്ത് കിട്ടിയിട്ടുള്ള 13 അംഗങ്ങളെ അവരുടെ വീടുകളുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് തിരിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവര് മനഃപൂർവ്വം ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണ്. മക്കളുമാരൊക്കെയാണല്ലോ കൂടുതൽ. അതെ, അതിൽ ഡോക്ടർമാരുണ്ട്, അങ്ങനെ പല തസ്തികകളിലും ഉള്ള ഡോക്ടറും പല ഉയർന്ന അച്ഛന്മാരൊക്കെയാണ് ഉള്ളത്. അവരെങ്ങനെ ജീവിക്കേണ്ട ആൾക്കാരൊക്കെയാണ്. അതെ, അനേകം സുമനസ്സുകളുടെ സഹായം കൊണ്ടും സഹകരണം കൊണ്ടുമാണ് ഇത് ഇന്ന് വരെയും ഈ നിമിഷം വരെ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കണം. അതൊരു കണ്ടുപിടിക്കണം. അതൊരു സന്ദേശമാണ്. ഇത് ഞാനിവിടെ നിന്ന് ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു വലിയ ആശയമാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ ടൂർ കൊണ്ടുപോകാറുണ്ട്, അവരിഷ്ടപ്പെടുന്ന ആഹാര സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ നിർബന്ധമായും ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, അത് ഇവിടെ തന്നെ വേണമെന്നല്ല ഞാൻ ഈ പറയുന്നത്, എവിടെയെങ്കിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ അവരുമായി ഒരു 2 മണിക്കൂറെങ്കിലും പഴകത്തക്ക രീതിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം. പിന്നെ തീർച്ചയായിട്ടും അവർക്കും ഞങ്ങൾക്കും ആരെങ്കിലും ഒക്കെ ഉണ്ട്, ഞങ്ങളെയും കാണാൻ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെന്നുള്ള ഒരു തോന്നൽ, ഒരു കൈത്താങ്ങൽ ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഒരു തോന്നൽ. അതുപോലെ മറ്റേ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ മാർഗദർശനവുമാണ്. അതെ, കാരണം ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും മക്കളുമാരും എല്ലാരും ഉള്ളതാണല്ലോ, കുട്ടികളെല്ലാം ഉള്ളവരാണല്ലോ. ഇല്ലാത്തവരാരും ഈ കൂട്ടത്തിലില്ലല്ലോ. ഇല്ല, അവര് ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇവരെ കൊണ്ട് ഉപേക്ഷിച്ചതായിരിക്കാം. അപ്പോ ആർക്കെങ്കിലും സഹായം അതിന്